എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന PSC പരീക്ഷകൾക്കായി തയ്യാറാക്കിയ 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ജനഗണമനയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ഭാരത് ഭാഗ്യവിധാത. ഭാരത് ഭാഗ്യവിധാത എന്നതായിരുന്നു ജനഗണമനയുടെ ആദ്യത്തെ പേര്. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. മയ്യഴിയെ ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച വർഷം 1954. മയ്യഴിയെ ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചത് 1954 പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴിയെ, മാഹി എന്നും അറിയപ്പെടുന്ന മയ്യഴിയെ ഇന്ത്യയിൽ ലയിക്കുന്നതിന് മുൻകൈയെടുത്ത പ്രമുഖ നേതാവാണ് മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന IK കുമാരൻ. കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടം പീറ്റ്. കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടം അറിയപ്പെടുന്നത് പീറ്റ് എന്നാണ്. കൽക്കരിയുടെ വിവിധ രൂപങ്ങളിൽ ഏറ്റവും ഉയർന്ന താപം നൽകുന്നത് ആന്ത്രസൈറ്റ് ആണ്. കാർബണിൻ്റെ അളവ് ഏറ്റവും കുറഞ്ഞ കൽക്കരി രൂപമാണ് പീറ്റ്. ഇളയെടുത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം ഏതായിരുന്നു? കൊട്ടാരക്കര. ഇളയെടുത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കരയിലായിരുന്നു. വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? കാർബൺ. വജ്രം കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് വജ്രം. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ KP കേശവമേനോൻ. KP കേശവമേനോൻ ആയിരുന്നു മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ. മാതൃഭൂമി പത്രം സ്ഥാപിതമായത് 1923 മാർച്ച് 18 പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ ബ്യൂട്ടേൻ, പ്രൊപ്പേൻ. ബ്യൂട്ടേനും പ്രൊപ്പേനുമാണ് പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ. പാചകവാതകത്തിൻ്റെ ചോർച്ച തിരിച്ചറിയുന്നതിനായി ചേർക്കുന്ന രൂക്ഷഗന്ധമുള്ള രാസവസ്തുവാണ് എഥൈൽ മെർക്യാപ്റ്റൻ. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിത AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയാണ് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിത. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ജയിലിലായ കേരളത്തിലെ ആദ്യ വനിതയാണ് AV കുട്ടിമാളു അമ്മ. കോഴിക്കോട് താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷയായും ഇവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ കൃത്രിമ മധുരം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ സാക്കറിൻ. സാക്കറിനാണ് ആദ്യത്തെ കൃത്രിമ മധുരം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ. കൽക്കരി ടാറിൽ നിന്നാണ് ആദ്യമായി സാക്കറിൻ വേർതിരിച്ചെടുത്തത്. പഞ്ചസാരയേക്കാൾ ഏകദേശം 300 മുതൽ 400 മടങ്ങ് മധുരം ഇതിനുണ്ട്. ഏത് പത്രത്തിലാണ് ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത്? മദ്രാസ് മെയിൽ. ദി മദ്രാസ് മെയിൽ എന്ന പത്രത്തിലായിരുന്നു ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർ പൽപ്പു ഈ ലേഖനം എഴുതിയത്. ഇത് തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പുറം ലോകത്തെ അറിയിക്കാൻ സഹായിച്ചു. മലയാളത്തിലെ ശക്തിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായരായിരുന്നു മലയാളത്തിലെ ശക്തിയുടെ കവി എന്നറിയപ്പെട്ടത്. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി. കൃഷ്ണൻ നമ്പ്യാതിരി എന്നതായിരുന്നു ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖനാണ് ആഗമാനന്ദ സ്വാമികൾ. കാലടിയിൽ ശ്രീശങ്കര കോളേജ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ്. ഗ്ലാസ് ആണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് അറിയപ്പെടുന്നത്. ഗ്ലാസ് നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് സിലിക്ക അഥവാ മണലാണ്. ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. സോജില ചുരമാണ് ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാലയത്തിൻ്റെ ആത്മീയ കവാടം എന്നറിയപ്പെടുന്നത് ഋഷികേശ്. ഋഷികേശാണ് ഹിമാലയത്തിൻ്റെ ആത്മീയ കവാടം എന്നറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലെ ഗംഗ നദിക്കരയിലാണ് ഋഷികേശ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നും അറിയപ്പെടുന്നു.
ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമം. ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് എന്നതാണ് ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമം. പ്രകൃതിയിൽ കാൽസ്യം കാർബണേറ്റ് കാണപ്പെടുന്ന മറ്റൊരു രൂപമാണ് ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈം സ്റ്റോൺ. മുത്തുച്ചിപ്പി, മുട്ടത്തോട് എന്നിവയുടെ പ്രധാന ഘടകവും ഇതുതന്നെയാണ്. സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക. തന്മാത്ര, മോളിക്യൂൾ. സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരേ ഇനം ആറ്റങ്ങൾ ചേർന്നാണ് മൂലകങ്ങളുടെ തന്മാത്രകൾ ഉണ്ടാകുന്നത്. തന്മാത്ര എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് അമോഡിയോ അവോഗാഡ്രോ ആണ്. നിർമ്മൽ ഗ്രാമപുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് പഞ്ചായത്ത്. പീലിക്കോട് പഞ്ചായത്താണ് നിർമ്മൽ ഗ്രാമപുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്. സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്ന പഞ്ചായത്തുകൾക്കാണ് കേന്ദ്ര സർക്കാർ നിർമ്മൽ ഗ്രാമപുരസ്കാരം നൽകുന്നത്. പീലിക്കോട് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർഷണം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഖര സ്നേഹകം. ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് കർഷണം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഖരരൂപത്തിലുള്ള സ്നേഹകം. പെൻസിൽ ലെഡ് നിർമ്മിക്കാനാണ് ഗ്രാഫൈറ്റ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വൈദ്യുതി കടത്തിവിടുന്ന ഒരു അലോഹമാണ് ഗ്രാഫൈറ്റ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ. AR റഹ്മാനാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. സ്ലം ഡോഗ് മില്ലണയർ എന്ന ചിത്രത്തിലെ സംഗീതത്തിനാണ് റഹ്മാന് ഗോൾഡൻ ഗ്ലോബ് ലഭിച്ചത്. ഇതേ ചിത്രത്തിനാൽ തന്നെ അദ്ദേഹത്തിന് 2 ഓസ്കാർ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ആരുടെ കൃതിയാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB പോസിറ്റീവ് ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് AB പോസിറ്റീവ് ഗ്രൂപ്പ്. അപ്പോൾ എല്ലാവർക്കും രക്തം നൽകാൻ കഴിയുന്ന ഗ്രൂപ്പാണ് O നെഗറ്റീവ്. O നെഗറ്റീവ് യൂണിവേഴ്സൽ ഡോണറാണ്. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻസ്റ്റൈനർ ആണ്. ഇന്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ആൻഡമാൻ ദ്വീപ് സമൂഹം. ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലാണ് ഇന്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ ദ്വീപുകളിലെ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ് ഇന്റർവ്യൂ ഐലൻഡ്. അരുണരക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ വെറ. അരുണരക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് പോളിസൈത്തീമിയ. കൂടാതെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച. പോളിസൈത്തീമിയ ഉള്ളവരിൽ രക്തത്തിൻ്റെ സാന്ദ്രത കൂടുന്നു. ബ്ലാക്ക് വാട്ടർ ഫീവർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? മലേറിയ. മലേറിയയുമായി ബന്ധപ്പെട്ടതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. മലേറിയ പരത്തുന്നത് പെൺ അനോഫിലിസ് കൊതുകുകളാണ്. മലേറിയയ്ക്ക് കാരണമാകുന്ന പ്ലാസ്മോഡിയം എന്ന ഏകകോശ ജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ആണ്. പ്രകാശത്തിൻ്റെ കണങ്ങൾ അറിയപ്പെടുന്നത് ഫോട്ടോൺ. ഫോട്ടോൺ എന്നാണ് പ്രകാശത്തിൻ്റെ കണങ്ങൾ അറിയപ്പെടുന്നത്. ഫോട്ടോൺ എന്ന പേര് നൽകിയത് ഗിൽബർട്ട് ലൂയിസ് ആണ്. പ്രകാശത്തിൻ്റെ കണികാ സ്വഭാവം വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനും. സെറുസൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലെഡ്. ലെഡിൻ്റെ അയിരാണ് സെറുസൈറ്റ്. ലെഡിൻ്റെ മറ്റൊരു പ്രധാന അയിരാണ് ഗലീന. ഐക്യ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയായിരുന്നു ഐക്യ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മന്ത്രിയായിരുന്ന വനിതയാണ് KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രി കൂടിയായിരുന്നു ഇവർ. മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 47. മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 47. ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ നിർദ്ദേശക തത്വങ്ങളിലാണ് ആർട്ടിക്കിൾ 47 ഉൾപ്പെടുന്നത്. ജനങ്ങളുടെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതും പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുന്നതും ഇതിൻ്റെ ഭാഗമാണ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട ഏകദേശ സമയം 1.3 സെക്കൻഡ്.
ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ടത് ഏകദേശം 1.3 സെക്കൻഡാണ്. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡാണ് എടുക്കുന്നത്. പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ആണ്. മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന പ്രാദേശിക വാദം ചിനൂക്ക്. ചിനൂക്കാണ് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന പ്രാദേശിക വാദം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരകളുടെ കിഴക്കൻ ചെരുവുകളിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ശീതകാലത്ത് മഞ്ഞ് ഉരുക്കാൻ ഇത് സഹായിക്കുന്നു. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? അജിനോമോട്ടോ, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അജിനോമോട്ടോയാണ് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. അജിനോമോട്ടോ അമിതമായി ഉപയോഗിക്കുന്നത് ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായേക്കാം. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ്. 120 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത്. പ്രഷർ കുക്കറിലെ മർദ്ദം കൂടുന്നത് ജലത്തിൻ്റെ തിളനില ഉയർത്താൻ കാരണമാകുന്നു. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. സ്വാമി വിവേകാനന്ദൻ പൂർവാശ്രമത്തിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? നരേന്ദ്രനാഥ് ദത്ത്. സ്വാമി വിവേകാനന്ദൻ പൂർവാശ്രമത്തിൽ നരേന്ദ്രനാഥ് ദത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി 12 ഇന്ത്യയിൽ ദേശീയ യുവജനദിനമായി ആഘോഷിക്കുന്നു. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം KM ബീനാമോൾ. KM ബീനാമോളാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം. അർജുന അവാർഡും പത്മശ്രീയും ലഭിച്ച കായിക താരമാണ് ബീനാമോൾ. 2002 ബുസാൻ ഏഷ്യൻ ഗെയിംസിൽ ഇവർ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ വിളിക്കുന്നത് സ്ഥായി അഥവാ പിച്ച്. സ്ഥായി എന്നാണ് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ വിളിക്കുന്നത്. ആവൃത്തി അഥവാ ഫ്രീക്വൻസി കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ പിച്ച് കൂടുന്നു. ഉദാഹരണത്തിന് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉയർന്ന പിച്ചുള്ള ശബ്ദമാണുള്ളത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനുമാണ്. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളെ വിളിക്കുന്നത് ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളെ വിളിക്കുന്നത് ക്ഷുദ്രഗ്രഹങ്ങൾ എന്നാണ്. ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം സിറസ് ആണ്. ഇവ മൈനർ പ്ലാനറ്റുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഗ്ലാസിന് പച്ചനിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹം ക്രോമിയം. ക്രോമിയമാണ് ഗ്ലാസിന് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹം. ഗ്ലാസിന് നീല നിറം നൽകാൻ കോബാൾട്ട് ഓക്സൈഡാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര് ഫ്ലോറ. ഫ്ലോറ എന്നാണ് ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്. ഒരു പ്രത്യേക പ്രദേശത്തെ ജന്തുജാലങ്ങളെ ഫോണ എന്ന പേരിലുമാണ് വിളിക്കുന്നത്. ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ബെനഡിക്റ്റ് ടെസ്റ്റ്. ബെനഡിക്റ്റ് ടെസ്റ്റാണ് ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ്. ഈ ടെസ്റ്റിൽ നീല നിറത്തിലുള്ള ബെനഡിക്റ്റ് ലായനി ഗ്ലൂക്കോസുമായി പ്രവർത്തിച്ച് ചുവപ്പ് നിറമായി മാറുന്നു. കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. K3 കോലിഹാൻ ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? ചെമ്പ്. K3 കോലിഹാൻ ഖനികൾ ചെമ്പിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം. രാജസ്ഥാനിലെ ഝുൻഝുനു ജില്ലയിലാണ് K3 ചെമ്പ് ഖനികൾ സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരം മുതൽ ഇവിടെ ഖനനം നടന്നിരുന്നതായി കരുതപ്പെടുന്നു. വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ. നൈട്രജനാണ് വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം. വായുവിൽ നൈട്രജൻ ഏകദേശം 78%, ഓക്സിജൻ 21%വുമാണ് അടങ്ങിയിരിക്കുന്നത്. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം യുറാനസ്. യുറാനസ് ആണ് ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം. വില്യം ഹെർഷലാണ് 1781 യുറാനസ് കണ്ടെത്തിയത്. ഇതൊരു വാതക ഭീമൻ ഗ്രഹമാണ്, ഒരു ഗ്യാസ് ജയന്റ് ആണ്.
കാസ്റ്റിക് സോഡയുടെ pH മൂല്യം എത്രയാണ്? 13 മുതൽ 14 വരെ. കാസ്റ്റിക് സോഡയുടെ pH മൂല്യം 13 മുതൽ 14 വരെയാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് പൊട്ടാഷ്. pH മൂല്യം 7-ൽ താഴെയുള്ളവ അമ്ലങ്ങളും 7-ന് മുകളിലുള്ളവ ക്ഷാരങ്ങളുമാണ്. ബാങ്ക് നോട്ടിൽ ഒപ്പിട്ട ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ജെയിംസ് ടൈലർ. ജെയിംസ് ടൈലറാണ് ബാങ്ക് നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ. RBIയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. എന്നാൽ ഇദ്ദേഹം നോട്ടുകളിൽ ഒപ്പിട്ടിരുന്നില്ല. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം എത്ര? 22. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകൾ 22 എണ്ണമാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 8-ാം ഷെഡ്യൂളിൽ 14 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായി ചേർത്ത ഭാഷകൾ മൈഥിലി, ഡോഗ്രി, സാന്താളി, ബോഡോ എന്നിവയാണ്. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം ഏതാണ്? സ്ഥിത വൈദ്യുത ബലം. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലമാണ് സ്ഥിത വൈദ്യുത ബലം. ഘർഷണം മൂലമാണ് ഇത്തരം വൈദ്യുത ചാർജുകൾ ഉണ്ടാകുന്നത്. മിന്നൽ ഒരു വലിയ അളവിലുള്ള സ്ഥിത വൈദ്യുത ഡിസ്ചാർജാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം? മിസോറാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനമാണ് മിസോറാം. 1972 മിസോറാം കേന്ദ്രഭരണ പ്രദേശമായത്. 1987 പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചു. കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം? കുട്ടനാട്. കുട്ടനാടാണ് കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം. തകഴി ശിവശങ്കരപിള്ളയുടെ ഈ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 6 തലമുറകളുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ വനിത? CB മുത്തമ്മ. CB മുത്തമ്മയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ വനിത. 1948 ഇന്ത്യൻ ഫോറിൻ സർവീസ് IFSൽ ചേരുന്ന ആദ്യ വനിത കൂടിയാണ് CB മുത്തമ്മ. സിൽവൈറ്റും കാർണലൈറ്റും ഏത് മൂലകത്തിന്റെ പ്രാഥമിക അയിരുകളാണ്? പൊട്ടാസ്യം. സിൽവൈറ്റും കാർണലൈറ്റും പൊട്ടാസ്യത്തിന്റെ പ്രാഥമിക അയിരുകളാണ്. കേരള സാക്ഷരതാ മിഷന്റെ പുതിയ പേര്? ലീപ് കേരള മിഷൻ. ലീപ് കേരള മിഷൻ എന്നതാണ് കേരള സാക്ഷരതാ മിഷന്റെ പുതിയ പേര്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്ന BN റാവു ഏത് അയൽ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകിയത്? മ്യാൻമർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്ന BN റാവു അയൽ രാജ്യമായ മ്യാൻമറിന്റെ ഭരണഘടന നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകിയത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ആദ്യ ഇന്ത്യൻ ജഡ്ജി കൂടിയായിരുന്നു BN റാവു. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്? കൊൽക്കത്ത മെഡിക്കൽ കോളേജ്. കൊൽക്കത്ത മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ്? ബെഥുൻ കോളേജ്. കൊൽക്കത്തയിലെ ബെഥുൻ കോളേജാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ്. ആദ്യ IIT സ്ഥാപിതമായത് എവിടെയാണ്? ഖരഗ്പൂർ. 1951 ഖരഗ്പൂരിലായിരുന്നു ആദ്യത്തെ IIT സ്ഥാപിതമായത്. IITക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു IITക്ക് ആ പേര് നിർദ്ദേശിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്നു. കേരളത്തിൽ IIM സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. കേരളത്തിൽ IIM സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്താണ് IIM സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ IIT സ്ഥാപിതമായത്? പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ കാഞ്ചിക്കോടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല?
കൊൽക്കത്ത സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല. ബോംബെ, മദ്രാസ് സർവകലാശാലകളും ഇതേ വർഷം 1857 തന്നെയാണ് സ്ഥാപിതമായത്. ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ആരംഭിച്ച ആദ്യ സർവകലാശാല കൊൽക്കത്ത സർവകലാശാലയായിരുന്നു ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ആരംഭിച്ച ആദ്യ സർവകലാശാല. ശാന്തിനികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. 1901 രവീന്ദ്രനാഥ് ടാഗോറാണ് ശാന്തിനികേതൻ സ്ഥാപിച്ചത്. പശ്ചിമബംഗാളിലെ ബീർഭൂം ജില്ലയിലാണ് ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് നിലവിൽ ഒരു യുനെസ്കോ പൈതൃക കേന്ദ്രമാണ്. ശാന്തിനികേതൻ വിശ്വഭാരതിയായിത്തീർന്ന വർഷം 1921. 1921 ശാന്തിനികേതൻ വിശ്വഭാരതിയായിത്തീർന്നത്. ശാന്തിനികേതൻ എന്നാൽ സമാധാനത്തിന്റെ വാസസ്ഥലം എന്നാണ് അർത്ഥം. പ്രധാനമന്ത്രി ചാൻസലറായുള്ള സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. സാധാരണ സർവകലാശാലകളിൽ ചാൻസലർ ഗവർണറോ രാഷ്ട്രപതിയോ ആയിരിക്കും. വിശ്വഭാരതി സർവകലാശാലയുടെ ആപ്തവാക്യം എത്ര വിശ്വം ഭവത്യേകനീടം. ഇവിടെ ലോകമൊരു പക്ഷിക്കൂടായി ഭവിക്കുന്നു. എത്ര വിശ്വം ഭവത്യേകനീടം എന്നതാണ് വിശ്വഭാരതി സർവകലാശാലയുടെ ആപ്തവാക്യം. ഉപനിഷത്തുകളിൽ നിന്നും കടകൊണ്ട വരികളാണിത്. ഇന്ത്യയിൽ ആദ്യത്തെ കാർഷിക സർവകലാശാല ഗോവിന്ദ് ബല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി. ഉത്തരാഖണ്ഡിലെ ഗോവിന്ദ് ബല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല. UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നാഗർ. ശാന്തി സ്വരൂപ് ഭട്നാഗറാണ് UGCയുടെ ആദ്യ ചെയർമാൻ. 1953 UGC യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത്. UGCയുടെ ആപ്തവാക്യം ഗ്യാൻ വിജ്ഞാൻ വിമുക്തയെ. അറിവാണ് മോചനം. ഗ്യാൻ വിജ്ഞാൻ വിമുക്തയെ എന്നതാണ് UGCയുടെ ആപ്തവാക്യം. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുകയാണ് UGCയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ സർവകലാശാല ഗതിശക്തി വിശ്വവിദ്യാലയം. നിലവിൽ വന്നത് വഡോദര. 2018 ഗുജറാത്തിലെ വഡോദരയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ സർവകലാശാലയായ ഗതിശക്തി വിശ്വവിദ്യാലയം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഴയ പേര് ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നതായിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് 1982 സ്ഥാപിതമായ ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ആദ്യത്തെ ആദിവാസി സർവകലാശാല ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. 2007 സ്ഥാപിതമായ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആദിവാസി സർവകലാശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ. 1985 സ്ഥാപിതമായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഏക കേന്ദ്ര ഓപ്പൺ സർവകലാശാലയാണിത്. ഇന്ത്യയിൽ ആദ്യമായി പ്രവാസി സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനം കർണാടക. കർണാടകയിലെ ബംഗളൂരുവിലാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രവാസി സർവകലാശാല നിലവിൽ വന്നത്. വിദേശ ഭാഷകളുടെ പഠനത്തിന് മാത്രമായി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി EFLU. 1958 സ്ഥാപിതമായ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയാണ് വിദേശ ഭാഷകളുടെ പഠനത്തിന് മാത്രമായി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി. പ്രാചീന ഭാരതത്തിലെ പ്രമുഖ സർവകലാശാലകൾ നളന്ദ, തക്ഷശില. നളന്ദയും തക്ഷശിലയുമാണ് പ്രാചീന ഭാരതത്തിലെ പ്രമുഖ സർവകലാശാലകൾ. നളന്ദ ബീഹാറിലും തക്ഷശില നിലവിൽ പാകിസ്ഥാനിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രാചീന സർവകലാശാല നളന്ദ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രാചീന സർവകലാശാലയാണ് നളന്ദ സർവകലാശാല. 5-ാം നൂറ്റാണ്ടിൽ കുമാരഗുപ്തൻ ഒന്നാമനാണ് നളന്ദ സ്ഥാപിച്ചത്. നളന്ദ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ അമർത്യാസെൻ. അമർത്യാസെൻ ആയിരുന്നു നളന്ദ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ.
നളന്ദ സർവകലാശാലയുടെ ഇപ്പോഴത്തെ ചാൻസലർ പ്രൊഫസർ അരവിന്ദ് പനഗരിയ. പ്രൊഫസർ അരവിന്ദ് പനഗരിയാണ് നളന്ദ സർവകലാശാലയുടെ ഇപ്പോഴത്തെ ചാൻസലർ. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന സർവകലാശാല തക്ഷശില. തക്ഷശിലയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന സർവകലാശാല. ലോകത്തിലെ തന്നെ ആദ്യ സർവകലാശാലയായി തക്ഷശിലയെ പല ചരിത്രകാരന്മാരും കണക്കാക്കുന്നു. ചാണക്യൻ ഇവിടെ അധ്യാപകനായിരുന്നു. ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ വർഷം 1835. 1835 ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത്. ലോർഡ് മെക്കാളയുടെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഫലമായാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായത്. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ജുഗ്നു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. IIT കാൺപൂരിലെ വിദ്യാർത്ഥികളാണ് ജുഗ്നു വികസിപ്പിച്ചത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം ചുവന്ന രക്താണു. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശമാണ് ചുവന്ന രക്താണു. ചുവന്ന രക്താണുക്കളുടെ ആയുസ് ഏകദേശം 120 ദിവസമാണ്. ഇവയിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നതിനാലാണ് രക്തത്തിന് ചുവപ്പ് നിറം ലഭിക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകനായിരുന്നു രാജ്കുമാർ ശുക്ല. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു 1917 ചമ്പാരൻ സത്യാഗ്രഹം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷനായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വദേശമിത്രൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ അയ്യറാണ് സ്വദേശമിത്രൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ജി സുബ്രഹ്മണ്യ അയ്യർ തന്നെയാണ് ദ ഹിന്ദു എന്ന പത്രവും സ്ഥാപിച്ചത്. വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിനാണ് വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണിത്. ഇതിന്റെ കുറവ് വാമനത്വത്തിനും അമിതമായ അളവ് ഭീമാകാരത്വത്തിനും കാരണമാകുന്നു. മേഘഛായ എന്ന പേരിൽ കാളിദാസിന്റെ മേഘദൂതം വിവർത്തനം ചെയ്ത മലയാള കവി ജി ശങ്കരക്കുറുപ്പ്. മേഘഛായ എന്ന പേരിൽ കാളിദാസിന്റെ മേഘദൂതം വിവർത്തനം ചെയ്ത മലയാള കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടത് സി കൃഷ്ണൻ നായർ. സി കൃഷ്ണൻ നായരായിരുന്നു ഡൽഹി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം KSCB. KSCB ആണ് ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ത്രിപുര. നീർമഹൽ ജലോത്സവം നടക്കുന്നത് ത്രിപുരയിലാണ്. ത്രിപുരയിലെ രുദ്രസാഗർ തടാകത്തിലാണ് നീർമഹൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. വില്യം ഷേക്സ്പിയറുടെ ജന്മദിനവും ചരമദിനവുമാണ് ഏപ്രിൽ 23. ദേശീയ വായനാ ദിനം ജൂൺ 19. ജൂൺ 19 ദേശീയ വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം അറ്റ്ലാന്റിക്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇതിന്റെ ആകൃതി S എന്ന അക്ഷരത്തിന് സമാനമാണ്. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികൾ സീലിയറി പേശികൾ. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികളാണ് സീലിയറി പേശികൾ. സീലിയറി പേശികളുടെ സങ്കോചവും വികാസവും ലെൻസിന്റെ ഫോക്കസ് ദൂരം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ. പോളിത്തീനാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്. പോളിത്തീൻ ഒരു തെർമോ പ്ലാസ്റ്റിക് ആണ്. ഇത് പരിസ്ഥിതിക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്. റോക്ക് ഫോർട്ട് സിറ്റി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നഗരം തിരുച്ചിറപ്പള്ളി. തിരുച്ചിറപ്പള്ളിയാണ് റോക്ക് ഫോർട്ട് സിറ്റി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നഗരം. തമിഴ്നാട്ടിലെ കാവേരി നദിക്കരയിലാണ് ട്രിച്ചി നഗരം സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം? ലോക്തക് എലിമെന്ററി ഫ്ലോട്ടിംഗ് സ്കൂൾ. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോക്തക് എലിമെന്ററി ഫ്ലോട്ടിംഗ് സ്കൂളാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം. മണിപ്പൂരിലെ ലോക്തക് തടാകം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഏത് നടന്റെ ഓർമ്മക്കുറിപ്പുകളാണ് അഭിനയത്തിന്റെ രസതന്ത്രം? മുരളി. നടൻ മുരളിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് അഭിനയത്തിന്റെ രസതന്ത്രം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.